ഒടുവിൽ ആകാംക്ഷ തീർന്നു. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരിക്കുന്ന പാർട്ടിയുമായ BJP തന്നെ മത്സരിക്കാൻ രംഗത്തിറങ്ങണം. വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിക്കാൻ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്ന അവസ്ഥ മാറ്റണം. പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായി രാഹുലിനെതിരെ ഇപ്പോൾ NDA നിർത്തിയിരിക്കുന്നത് പൈലി വാത്തിയാട്ടിനെയാണ്. BDJS സ്ഥാനാർത്ഥിയായാണ് പൈലി മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ ദുർബല സ്ഥാനാർത്ഥികളെയും കേരളത്തിൽ പച്ച പിടിക്കാത്ത BDJSനെയും രംഗത്തിറക്കുന്നത് വലിയ നാണക്കേടാകും. ദേശീയ തലത്തിൽ തന്നെ ഇത് BJPയെ ബാധിക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള തന്നെ മത്സരിക്കണം. അല്ലെങ്കിൽ തീപ്പൊരി നേതാവായ MT രമേശ് മത്സരിക്കണം. BJPയിലെ തലയെടുപ്പുള്ളവരെ തന്നെ രാഹുലിനെതിരെ മത്സരിപ്പിക്കാൻ ഇറക്കിയില്ലെങ്കിൽ അത് ദേശീയ തലത്തിൽ നാണക്കേടാകും. നിലവിലെ NDA സ്ഥാനാർത്ഥിയായ പൈലി വാത്തിയാട്ട് വയനാട്ടിൽ പ്രചരണം തുടങ്ങിയിരുന്നു. എന്നാൽ നിസാരനായ പൈലി രാഹുലിന്റെ മുന്നിൽ ഒന്നുമല്ല. ശരാശരി മത്സരം പോലും കാഴ്ചവെക്കാനാകില്ല ഇയാൾക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയാണ് രാഹുൽ മത്സരിക്കുന്ന നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ള രാഹുൽ UPയിലെ അമേഠിക്ക് പുറമെയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാട്ടിൽ സീറ്റുറപ്പിച്ച കോഴിക്കോട് DCC അധ്യക്ഷൻ കൂടിയായ T സിദ്ദിഖ് രാഹുലിന് വഴിയൊരുക്കാൻ സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞുകൊടുക്കാൻ സന്നദ്ധതയും അറിയിച്ചിരുന്നു. കേരളത്തിൽ രാഹുലിന്റെ വരവ് പണി കിട്ടിയിരിക്കുന്നത് ഇടതുമുന്നണിക്ക് കൂടിയാണ്. കയ്യാലപ്പുറത്ത് നിന്നിരിക്കുന്ന സാധ്യതകൾ ഇനി മാറി മറിയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതോടെ തണുത്തുറഞ്ഞ പ്രചാരണ പരിപാടികൾ ഇനി UDFന് ഇരട്ടി ആവേശത്തോടെ പുനരാരംഭിക്കാം. ഇടതുപക്ഷത്തിനാകട്ടെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെങ്ങും ഉണ്ടാക്കിയേക്കാവുന്ന അലയൊലികളിൽ മുഖം നഷ്ടമാകാതിരിക്കാനുള്ള തന്ത്രങ്ങളും നെയ്യാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.